എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റും സ്പോഞ്ചിയും അതിമനോഹരവുമായ സ്നാക്ക് റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഇത് തയ്യാറാക്കാം. ആദ്യമായി ചെയ്യുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു പലഹാരം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിനായി 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ പച്ചരി വെള്ളത്തിലിട്ട് 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് ഇത്. കുതിർന്നു വന്നിട്ടുള്ള പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള പച്ചരിയിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു പലഹാരത്തിന് മധുരം ബാലൻസ് ചെയ്യുന്നതിനായി 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. ഈ ഒരു പലഹാരത്തിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുത്ത് കട്ടകളില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. പലഹാരം തയ്യാറാക്കുന്നതിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാകാനായി മാറ്റിവെക്കാം. ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാവ് പൊങ്ങി വരും. മാവ് പൊങ്ങി വന്നു കഴിയുമ്പോൾ ഒരു തവി വെച്ച് ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് കുറേശ്ശെയായി എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ എണ്ണയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള പലഹാരം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.